വിവിധ തരം പേശികളെ പരിചയപ്പെടാം. നിങ്ങൾ ഈ ബോഡി ബിൽഡേഴ്സിനെ കണ്ടിട്ടുണ്ടോ? അവരുടെ ശരീരം നിറയെ മസിൽസ് ആണല്ലേ. അവരുടെ മാത്രമല്ല, നമ്മുടെയും എല്ലാം ശരീരത്തിൽ നിറയെ മസിൽസ് അഥവാ പേശികളുണ്ട്. എന്തിനാണ് ഈ പേശികൾ നമ്മളെ സഹായിക്കുന്നത്? ചലനത്തിന്. പേശികളില്ലെങ്കിൽ നമുക്ക് ചലിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് എന്താണ് ഈ പേശികളെന്ന് നോക്കാം. ശരീരചലനങ്ങൾക്ക് കാരണമാകുന്ന സവിശേഷ കലകൾ ആണ് പേശികൾ. പേശികൾ പ്രധാനമായും 3 തരത്തിലാണുള്ളത്: അസ്ഥിപേശി, മൃദുലപേശി, ഹൃദയപേശി എന്നിവ. ആദ്യം നമുക്ക് അസ്ഥിപേശി എന്തെന്ന് നോക്കാം. പേര് സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പേശികളാണ് അസ്ഥിപേശികൾ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന യോജകല ഏതായിരുന്നു? ടെൻഡൻസ്. ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ആ ചിത്രം ഒന്ന് നോക്കിയേ. എന്തൊക്കെയാണ് അസ്ഥിപേശിയുടെ പ്രത്യേകതകൾ? സിലിണ്ടർ ആകൃതിയാണ്, ശരിയല്ലേ? അതായത് അസ്ഥിപേശികൾ സിലിണ്ടർ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പിന്നെയോ ഡാർക്ക് ലൈറ്റ് വരകൾ കാണപ്പെടുന്നുണ്ട്. അതായത് അസ്ഥിപേശി മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഡാർക്കും ലൈറ്റും വരകൾ കാണപ്പെടുന്നു. പിന്നെയോ സാധാരണ കോശങ്ങൾക്ക് ഒരു മർമ്മമാണുള്ളത്, ശരിയല്ലേ? എന്നാൽ അസ്ഥിപേശികൾക്ക് ഒന്നിൽ കൂടുതൽ മർമ്മം കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് അസ്ഥിപേശിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ എന്താണ്? അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പേശി. പിന്നെയോ ശരീരചലനം സാധ്യമാക്കുന്നു. പിന്നെന്താ? ഐച്ഛിക പേശികൾ. എന്താണ് ഐച്ഛിക പേശികൾ? എനിക്ക് കൈയൊന്ന് പൊക്കണം, അല്ലെങ്കിൽ പേനയൊന്ന് എടുക്കണം, എനിക്ക് എടുക്കാൻ കഴിയും അല്ലേ? അതായത് എൻ്റെ ഇച്ഛയ്ക്ക് അഥവാ ആഗ്രഹത്തിന് അനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയുന്ന പേശികളെയാണ് ഐച്ഛിക പേശികളെന്ന് പറയുന്നത്. എൻ്റെ കൈ, കാല്, കഴുത്ത് ഇതെല്ലാം ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയും, ശരിയല്ലേ? ഇവിടങ്ങളിലെല്ലാം അസ്ഥിപേശികളാണ് കാണപ്പെടുന്നത്. പിന്നെയോ കുറുകെ വരകൾ കാണപ്പെടുന്നു. ഓക്കെ. അടുത്തതാണ് മൃദുലപേശി. ചിത്രം ഒന്ന് നോക്കിയേ. ഇവിടെ കുറുകെ വരകൾ ഉണ്ടാവും? ഇല്ല. പിന്നെയോ ഒരു മർമ്മം മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ ഇതിൻ്റെ ആകൃതി ഒന്ന് നോക്കിയേ. നടുഭാഗം കട്ടി കൂടിയും സൈഡ് കനം കുറഞ്ഞ രീതിയുമാണ്, ശരിയല്ലേ? ഇതിനെയാണ് സ്പിൻഡിൽ ആകൃതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൃദുലപേശിയുടെ പ്രത്യേകതകളൊക്കെ ഒന്ന് നോക്കാം. ആദ്യത്തേത് എന്തായിരുന്നു? സ്പിൻഡിൽ ആകൃതിയിൽ കാണപ്പെടുന്നു. പിന്നെയോ അനൈച്ഛിക പേശി. ഐച്ഛിക എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയുന്നതിനെയാണ് ഐച്ഛികം എന്ന് പറയുന്നത്. എന്നാൽ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയാത്തതിനെയാണ് അനൈച്ഛികം എന്ന് പറയുന്നത്. ഈ പേശികൾ സാധാരണയായി നമ്മുടെ രക്തക്കുഴൽ, ആമാശയം എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. അതായത് ഞാൻ കുറച്ച് ആഹാരം കഴിച്ചതിന് ശേഷം എൻ്റെ ആമാശയത്തോട് പറയാൻ പറ്റുമോ, ഇപ്പോൾ ദഹിപ്പിക്കണ്ട, ഞാൻ കുറച്ച് ബിസിയാണ്, കുറച്ച് കഴിയട്ടെ? പറയാൻ പറ്റുമോ അല്ലേ? പക്ഷേ എൻ്റെ ആമാശയം അത് കേൾക്കുമോ? ഇല്ല. അതുപോലെ ഞാൻ എൻ്റെ രക്തക്കുഴലിനോട് പറയുകയാണ്, എനിക്ക് കുറച്ച് ഓടണം, അതുകൊണ്ട് എൻ്റെ കാലുകളിലേക്ക് കുറച്ച് കൂടുതൽ പ്രഷറിൽ രക്തം പമ്പ് ചെയ്യും. രക്തക്കുഴൽ അതനുസരിക്കുമോ? ഇല്ല. അതായത് നമ്മുടെ മസ്തിഷ്കവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന പേശികളാണ് മൃദുല പേശികൾ. ഇവ കൂടുതലായും നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ കാണപ്പെടുന്നു. അടുത്തതാണ് ഹൃദയപേശി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഹൃദയത്തിൽ മാത്രം കാണപ്പെടുന്ന പേശികളാണ് ഹൃദയപേശികൾ. അതുപോലെ തന്നെ കണ്ടിന്യൂസായി പ്രവർത്തിക്കുന്ന പേശികളുമാണ് ഹൃദയപേശികൾ. നമ്മൾ ഓടാറുണ്ട്, ചാടാറുണ്ട്, ക്ഷീണം വരുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കും. എന്നാൽ ഹൃദയപേശികൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ? ഹൃദയം റെസ്റ്റ് എടുക്കണമെന്നൊന്ന് കരുതിയാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു അല്ലേ? അമ്മയുടെ വയറ്റിൽ 2 ആഴ്ചയാകുമ്പോൾ ഇടിച്ചു തുടങ്ങുന്ന ഹൃദയം ലൈഫ് ലോങ്, നമ്മൾ മരിക്കും വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, ശരിയല്ലേ? ഇനി ആ ചിത്രം ഒന്ന് നോക്കിയേ. മുൻപ് പഠിച്ച 2 പേശിയുടെയും ഒരു കോമ്പിനേഷനാണ് ഹൃദയപേശി. ഇവയും സിലിണ്ടർ ആകൃതിയാണ് അല്ലേ? അതുപോലെയോ ഇവയിൽ ശാഖകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെന്താ? മൃദുല പേശികൾ പോലെ ഒരു മർമ്മമേ ഇവയ്ക്ക് ഉള്ളൂ. കുറുകെ വരകളും കാണപ്പെടുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ എന്തായിരുന്നു? ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന പേശി. പിന്നെയോ അനൈച്ഛിക പേശി.
പിന്നെന്താണ്? ശാഖകളും കുറുകെ വരകളും കാണപ്പെടുന്നു.